Hi, dear children. I think you are very familiar with this bird, Darwin finches. ഇതുപോലത്തെ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ ഇങ്ങനത്തെ ഒരു പക്ഷി അല്ലേ? നമ്മൾ അങ്ങാടിക്കുരുവി എന്നൊക്കെ പറയുന്നത് അല്ലേ? അതുപോലെ ഒരു കൂട്ടം പക്ഷികൾ. ആരാണ് ആദ്യം ഒബ്സർവ് ചെയ്തത്? ഡാർവിൻ. എവിടെയാണ്? ഇൻ ഗാലപ്പാഗോസ് ഐലൻഡ്. ആൻഡ് ദേ ആർ classical examples for the product of evolution. അങ്ങനെയാണ് അതിനെ പറയാ. And these also provide clues, evidences for how the isolation of landmass affect distribution of species. അപ്പോൾ isolation of landmass, how it is affect the distribution of species, that distribution of organisms around the world, we can study that matter under a new branch, that is biogeography. What is biogeography? Is the branch of science deals with the distribution of organisms around the world. അങ്ങനെ ലോകത്ത് ഓരോ സ്ഥലത്തും കാണുന്ന ജീവികളുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഹൗ ദേ ഹാവ് ഇവോൾവ്, വെൻ ദേ ഹാവ് ഇവോൾവ്, ആൻഡ് വിച്ച് മെക്കാനിസം, ബൈ വിച്ച് മെക്കാനിസം ദേ ഹാവ് ഇവോൾവ്. അങ്ങനെ നമുക്ക് ആ എവല്യൂഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ആ എവിഡൻസസ് ഒക്കെ തരുന്ന ഒരു ബ്രാഞ്ചാണ് ബയോജിയോഗ്രഫി. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും ഡിഫറെന്റ് മെക്കാനിസംസ് ഓഫ് എവല്യൂഷൻസ് അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് അങ്ങനെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്? ഈ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡൈവർജന്റ് എവല്യൂഷൻ, അഡാപ്റ്റീവ് റേഡിയേഷൻ, കൺവെർജന്റ് എവല്യൂഷൻ. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അത് കാണിക്കുന്ന 3 എക്സാമ്പിൾസും നമുക്കുണ്ട്. ഏതൊക്കെ എക്സാമ്പിൾ? ഡാർവിൻ ഫിഞ്ചേഴ്സ് ഇൻ ഗാലപ്പാഗോസ് ഐലൻഡ്, മാർസൂപ്പിയൽ വെറൈറ്റീസ് ഇൻ ഓസ്ട്രേലിയ, അതേപോലെ തന്നെ മാർസൂപ്പിയൽസ് ആൻഡ് സെയിം ടൈം പ്ലാസന്റൽ മാമ്മൽസ്, certain evolution parallelly taking place among the individual group, and that is same thing happened in Australia. ഓസ്ട്രേലിയ ഒരു റിമാർക്കബിൾ പ്ലേസ് ആണ് അല്ലെ, ഇങ്ങനെ ഡിഫറെന്റ് വെറൈറ്റീസ് കാണിക്കുന്നത്. അങ്ങനെ മനസ്സിലായത് എന്താ? ഈ ബയോജിയോഗ്രഫി മനസ്സിലാക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ദ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ ഏരിയ ദാറ്റ് ആർ ജിയോഗ്രഫിക്കലി ക്ലോസ് ടു ഈച്ച് അതർ. അടുത്തടുത്ത് ആണ് ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ കാണുന്ന സ്പീഷീസ് തമ്മിലും കുറേയൊക്കെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഐസൊലേഷൻ ഓഫ് ലാൻഡ് മാസ് എഫക്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഷീസ്. ഓക്കെ, നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ അഡാപ്റ്റീവ് റേഡിയേഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇതുവഴിയാണ് ഈ 3 പ്രോസസ്സ് നടന്നത്, പ്രൊഡക്ട്സ് ഉണ്ടായത്. ഇത് 3 പ്രൊഡക്റ്റുകളാണ്. അത് നടക്കാനുള്ള കാരണം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? Adaptive radiation is a process of evolution of different species in a given area, starting from a single species. ഒരു സിംഗിൾ സ്പീഷീസിൽ നിന്നായിരിക്കും തുടങ്ങുക, എന്നിട്ട് ഡിഫറെന്റ് സ്പീഷീസ് ഉണ്ടാവുന്ന ഒരു രീതിക്കാണ് എന്ത് പറയാ? അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയാം. മെനി ലൈഫ് ഫോംസ് പ്രൊഡ്യൂസ് ഫ്രം സിംഗിൾ ആൻസെസ്റ്റർ ഗ്രൂപ്പ്, ആൻഡ് ഇറ്റ് ഈസ് ഡൺ ഡ്യൂ ടു അഡാപ്റ്റേഷൻ ഓഫ് ഓർഗാനിസംസ് ടു ചേഞ്ച്ഡ് എൻവയൺമെന്റ്. എൻവയൺമെന്റിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ഓർഗാനിസത്തിൽ കുറച്ച് അഡാപ്റ്റേഷൻ ഉണ്ടാവുകയും ആ അഡാപ്റ്റേഷനെ റേഡിയേറ്റ് ചെയ്യുക, ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം, എവല്യൂഷൻ അതിന് കാരണമാവുക. അങ്ങനെയാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ ഉണ്ടാവുന്നതെന്ന് പറയാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എല്ലാ ജീവികൾക്കും ജീവികളുടെ ഇടയിൽ എന്ത് കാണും? ജെനറ്റിക് ബേസിസിൽ തന്നെ അവർക്കൊരു അഡാപ്റ്റീവ് എബിലിറ്റി ഉണ്ടാവും. എല്ലാവർക്കും അഡാപ്റ്റബിലിറ്റി സെയിം ആയിരിക്കോ? അല്ല, അഡാപ്റ്റബിലിറ്റി ഈസ് ഡിഫറെന്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ആൻഡ് ഇറ്റ് ഹാസ് എ ജെനറ്റിക് ബേസിസ്. അപ്പോൾ ആർക്കാണോ ബെറ്റർ അഡാപ്റ്റബിലിറ്റി ഉള്ളത്, ദേ ആർ ബെറ്റർ അഡാപ്റ്റഡ് ആൻഡ് ബെറ്റർ സർവൈവ് ആൻഡ് ബെറ്റർ സെലക്റ്റഡ് ബൈ നേച്ചർ. അതാണ് ഈ ലോകത്ത് വിവിധ ലൈഫ് ഫോംസ് ഉണ്ടാവാൻ തന്നെ കാരണം. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ, ആ ബെറ്റർ അഡാപ്റ്റീവ് ആയിട്ടുള്ള അഡാപ്റ്റബിലിറ്റി ഉള്ള ആ ജീൻസുകളെ സെലക്ട് ചെയ്യുന്നത് നേച്ചറാണ് എന്നാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ വഴി നമ്മൾ മനസ്സിലാക്കിയത്. അത് വഴി ഉണ്ടായ ഒരു ടൈപ്പ് എവല്യൂഷൻ ഡൈവർജന്റ് എവല്യൂഷനാണ്. അവിടെ എന്താണ്? ഒരു സിംഗിൾ ഒറിജിനൽ സ്പീഷീസിൽ നിന്ന് ഡിഫറെന്റ് സ്പീഷീസ് ആയിട്ട്, അത് ആരാണോ കോമൺ ആയ ഫീച്ചർ ഉള്ളത്, ആ ഒറിജിനൽ സ്പീഷീസ്, അവരിൽ എന്താണോ അഡാപ്റ്റീവ് എബിലിറ്റി ഉള്ളത്, ആ പുതിയ എൻവയൺമെന്റ് കണ്ടീഷനിൽ ആ അഡാപ്റ്റീവ് എബിലിറ്റി ഉള്ളവർ ആ ഡയറക്ഷനിൽ മൂവ് ചെയ്തു.
അങ്ങനെ ഡിഫറെന്റ് അഡാപ്റ്റബിലിറ്റി ഉള്ളവർ ഡിഫറെന്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്ത് അഡാപ്റ്റേഷൻസ് വരുത്തി അതിനെ സെലക്ട് ചെയ്ത് നേച്ചർ സെലക്ട് ചെയ്ത് അവർ ഡിഫറെന്റ് ഗ്രൂപ്പായി മാറി. അതായത് ഒരേപോലെയുള്ളതിൽ നിന്ന് പല വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടായി എന്നുള്ളത് ഡൈവേർജന്റ് എവല്യൂഷന്റെ ഒരു കാരണമാണ്. ഇപ്പൊ ഡൈവേർജന്റ് എവല്യൂഷൻ അഡാപ്റ്റീവ് റേഡിയേഷൻ ഹെൽപ്പ് ചെയ്തു. അതുവഴി ഡിഫറെന്റ് ഗ്രൂപ്പുകാര് ഒരേ കോമൺ ഒറിജിനൽ വണ്ണിൽ നിന്ന് ഉണ്ടായി. എന്നാൽ കൺവെർജന്റ് എവല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകാര് ഒരേപോലെയുള്ള ചേഞ്ചസ് കാണിക്കാം. ഒരേപോലെയുള്ള ചേഞ്ച് അല്ല, ഒരേപോലെയുള്ള സിമിലാരിറ്റീസ് കാണിക്കാം. വ്യത്യസ്ത ഗ്രൂപ്പാണ്. നോക്കു കണ്ടോ, ഇൻസെക്ട്സ് ആയിക്കോട്ടെ, ബേർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ പ്ലാസന്റൽ മാമൽ ആയിക്കോട്ടെ, മാർസൂപ്പിയൽസ് ആയിക്കോട്ടെ. അപ്പൊ ഡിഫറെന്റ് ഗ്രൂപ്പാണ്. പക്ഷെ അവരുടെ ഫീനോടൈപ്പില് ഒരേ എൻവയൺമെന്റ് ഷെയർ ചെയ്തപ്പോ ഒരേ ഡിമാൻഡുകൾ വന്നു. നീഡ്സ് ഒന്നായി. ഇവിടെ നമ്മൾ പറഞ്ഞത് നീഡ്സ് ഡിഫറെന്റ് ആയി, ഇവിടെ നീഡ്സ് ഒന്നായി. അപ്പൊ സെയിം നീഡ് വന്നു, സെയിം ഫങ്ഷൻസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവരിൽ സെയിം ഫീച്ചേഴ്സ് ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകാർ വ്യത്യസ്ത ടാക്സയിൽ പെട്ട ആളുകളിൽ സെയിം ഫീച്ചേഴ്സ് ഉണ്ടായപ്പോൾ അതിനെന്ത് പറയും? കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയും. ഇനി പാരലൽ എവല്യൂഷൻ എന്ന് പറയുന്നതാണിത്. അതെന്താ? ഇവിടെ ഒരു ഡൈവേർജന്റ് ഒരു പാരന്റൽ സ്പീഷീസ് ഉണ്ടായി, അതിൽ നിന്ന് അവർ ആദ്യം ഡൈവേർജ് ചെയ്തു. ഡൈവേർജ് എവല്യൂഷൻ വഴി ഡൈവേർജന്റ് ആയി. അത് കഴിഞ്ഞപ്പോൾ ഈ ഓരോ ഗ്രൂപ്പും ഇൻഡിവിജ്വലി അതിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് അവര് ഒരു എവല്യൂഷൻ നടന്ന് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് എവല്യൂഷൻ നടന്നു പോകണു, ഈ ഗ്രൂപ്പും ഇൻഡിപെൻഡന്റ് ആയിട്ട് എവല്യൂഷൻ നടന്നു പോകണം. പക്ഷേ ഈ ഓരോ ഗ്രൂപ്പിലും ഓരോ ടാക്സ, ഈ ഗ്രൂപ്പിന്റെ ഒരു ടാക്സ് ഈ ഗ്രൂപ്പിന്റെ ഒരു ടാക്സും കമ്പയർ ചെയ്യുമ്പോൾ അവര് ഒരേ സിമിലർ എൻവയൺമെന്റ് അല്ലേ, അതുകൊണ്ട് അവർക്ക് ഒരേ തരം ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻസ് കാണിക്കും, സിമിലർ ഫീനോടൈപ്സ് കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന ഫീനോടൈപ്പ് ഇവരും കാണിക്കുന്നുണ്ട്, പക്ഷെ ഇവര് തമ്മിൽ ഡിഫറെന്റ് ആണ്. അങ്ങനെ ഒരേ സമയത്ത് ഡിഫറെന്റ് ആയിരിക്കുകയും ഒരേ സമയത്ത് സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ അതിനെ പാരലൽ എവല്യൂഷൻ എന്നും പറയും. ഇതെല്ലാം നമുക്ക് ഒന്നുകൂടി നോക്കാം. അതായത് ഈ പിക്ചേഴ്സ് നമുക്ക് കാണിക്കുന്നത് അഡാപ്റ്റീവ് റേഡിയേഷൻ, ഡൈവേർജന്റ് എവല്യൂഷൻ അല്ലെങ്കിൽ ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്തത് എല്ലാം ഒരേ കൊടക്കീഴിൽ കാണിച്ചേക്കുന്നതാണ്. അപ്പം അഡാപ്റ്റീവ് റേഡിയേഷൻ വഴിയാണ് എന്തുണ്ടായത്? ഹോമോലോഗസ് സ്ട്രക്ചർ ഉണ്ടായത്, ഡൈവേർജന്റ് എവല്യൂഷൻ ഉണ്ടായത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പീഷീസിൽ നിന്ന് കുറേ സ്പീഷീസ് ഉണ്ടായി, ഒരേപോലെ ഇരുന്നതിൽ നിന്ന് ലെസ് എലൈക്ക് ഫോംസ് ഉണ്ടായി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഡാപ്റ്റീവ് റേഡിയേഷൻ നമ്മൾ പറഞ്ഞു. അപ്പൊ സ്റ്റാർട്ടിങ് ഫ്രം വൺ പോയിന്റ് ഡിവേറ്റിംഗ് ഇൻ ടു മെനി ഡിറക്ഷൻ, മെനി സ്പീഷീസ് കം ഫ്രം സിംഗിൾ വൺ. എക്സാമ്പിൾ ഡാർവിൻ ഫിഞ്ചസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർസുപ്പിയൽസ് ഇൻ ഓസ്ട്രേലിയ. നിങ്ങൾ ഈ പേരുകൾ ഓർക്കണം. ഈ രണ്ട് പേരുകൾ എവിടെ കണ്ടാലും അപ്പൊ നമ്മൾ ഈ ടേമും കൂടി ഓർക്കാം. അഡാപ്റ്റീവ് റേഡിയേഷൻ വഴിയാണ്, ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്, അവരിൽ ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് കാണും. അപ്പൊ നമ്മൾ ഒന്നുകൂടി ഇയാൾ ഓർക്കുകയാണ്, നമ്മുടെ ഡാർവിൻ ഫിഞ്ചസ്. ഡാർവിൻ ഫിഞ്ചസ് നമ്മൾ പറഞ്ഞു വളരെ സ്മോൾ ബേർഡ്സ് ആയിരുന്നു. Their common ancestors arrived on the Galapagos, and that was about 200 millions of years ago. Millions of years. Okay. അപ്പൊ അങ്ങനെ വന്നതാണ് ഗാലപ്പാഗോസിൽ. പക്ഷേ now there were around 15 to 18 different species which differ in body size, beak size, and feeding behavior. They all were evolved from same ancestral group, that is the seed-eating ground finches, and first observed by Darwin. That is why they were known as Darwin finches. അങ്ങനെ ഒറിജിനൽ സീഡ് ഈറ്റിംഗ് വെറൈറ്റിന്ന് ഇത്ര കണ്ട ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ടാവാൻ കാരണം എന്താ? ഈ സീഡ് ഈറ്റിംഗ് വെറൈറ്റിക്ക് ഒറിജിനൽ ആൻസിസ്ട്രൽ ഗ്രൂപ്പില് ചില അഡാപ്റ്റീവ് ഇൻഹെറിറ്റൻസ് ഉള്ളവര്, അവര് ഓരോരുത്തരും ഒരേ സ്ഥലത്ത് തന്നെയല്ലേ പെരുമാറണേ. അപ്പോൾ ഫുഡ് ഹാബിറ്റ്സിൽ ഭയങ്കര കോമ്പറ്റീഷനായി. അപ്പോൾ ആർക്കാണോ എന്തെങ്കിലും വേറെ വേറെ ടൈപ്പ് ഫുഡ് കഴിക്കാൻ പറ്റിയ അഡാപ്റ്റേഷൻ ഉണ്ടായി അവര് ആ വഴിക്ക് എന്താണ് സർവൈവ് ചെയ്തു.
പിന്നെ അവര് അഡാപ്റ്റ് ചെയ്തു, സർവൈവ് ചെയ്തു. അങ്ങനെ പിന്നീട് ജനറേഷൻസ് ഉണ്ടായിട്ടാണ് ഈ കണ്ട സ്പീഷീസ്, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഇവോൾവ് ഫ്രം സെയിം ആൻസെസ്ട്രൽ ഗ്രൂപ്പ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം സിംഗിൾ പോയിന്റ് deviated into different direction and with different homologous structures and different adaptation present according to different needs. അപ്പോൾ നമ്മൾ ഡാർവിൻ ഫിഞ്ചസ് ഗുഡ് എക്സാമ്പിൾ ഫോർ ഡൈവേർജന്റ് എവല്യൂഷൻ ആസ് വെൽ ആസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അതേപോലെ തന്നെ മാർസൂപ്പിയൽസ് ഒരേ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അവർ കാണുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകത, ദാറ്റ് വാസ് ഐസൊലേറ്റഡ് as a result of continental drift of Pangaea landmass. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. അങ്ങനെ ആ ഒരു ഓസ്ട്രേലിയ അവിടെ നിന്ന് മറ്റുള്ള പാൻജിയ ലാൻഡ് മാസിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് ഓസ്ട്രേലിയയിലെ എവല്യൂഷൻ, അവിടെ ഓസ്ട്രേലിയ മാത്രമല്ല എല്ലായിടത്തും എവല്യൂഷൻ മാമൽസിൽ മാർസൂപ്പിയൽ എന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഓസ്ട്രേലിയയിൽ ദ മാർസൂപ്പിയൽസ് ആർ continued their evolution into different taxa, different species ആയി മാറി അവർ പിന്നെ. കാരണം എന്താ, ദേ കോമ്പീറ്റ് വിത്ത് ലെസ് കോമ്പീറ്റ് വിത്ത് അതർ സിമിലർ മാമൽസ്. മറ്റ് മാമൽസിന്റെ അത് അവർക്ക് ഇത്തിരി കോമ്പറ്റീഷൻ കുറവായി. അപ്പൊ അവർ കൂടുതൽ ഡൈവേർജന്റ് എവല്യൂഷൻ ഇവരുടെ ഇടയിൽ നടന്നു. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ, ഡൈവേർജന്റ് എവല്യൂഷൻ അത്രയും നടന്നത് കൊണ്ട് ഓസ്ട്രേലിയയിൽ ഇങ്ങനെ പല ടൈപ്പ് മാർസൂപ്പിയൽസ് എക്സിസ്റ്റ് ആയി. എന്നാൽ കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇതും ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകതയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഓസ്ട്രേലിയയിൽ കൺവേർജന്റ് എവല്യൂഷൻ നടന്നു എന്നുള്ളതിനും എക്സാമ്പിൾ ആണ് സെയിം ദാറ്റ് പ്ലാസന്റൽ മാമൽസ്, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്ലാസന്റ് മാമൽസ്, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് മാർസൂപ്പിയൽസ് എക്സിസ്റ്റ് ഇൻ ഓസ്ട്രേലിയ. അതെങ്ങനെയത് ഇത്രയും ഡിഫറെന്റ് വെറൈറ്റി ഓരോ ഗ്രൂപ്പിലുണ്ടായത്? കാരണം different, that is adaptive radiation occurred in placental mammals as well as that marsupials. Among marsupials also there is a separated adaptive radiation. അപ്പോൾ രണ്ട് സ്ഥലത്തും രണ്ട് തരം അഡാപ്റ്റീവ് റേഡിയേഷൻ ഓരോ സ്ഥലത്തും നടന്നപ്പോൾ അവര് ഒരേ രണ്ട് ടൈപ്പ് ഗ്രൂപ്പായി മാറി. നമ്മൾ പാരലൽ എവല്യൂഷൻ പറഞ്ഞല്ലോ. അതേ സമയത്ത് അവരിൽ രണ്ടു കൂട്ടരിലും എന്തും ചെയ്തു, certain similar features, structures are appeared because they share common environment, common needs and common functions. അപ്പോൾ they have with a certain same features. നമുക്ക് വൂഫ് നോക്കിയാൽ പ്ലാസന്റൽ വൂഫിന്റെ അതേപോലെ തന്നെ ടാസ്മാനിയൻ വൂഫ്, അതുപോലെ മൗസ് നോക്കിയാൽ കണ്ട രണ്ടും ഏകദേശം ഒരേ പാറ്റേൺ ആണ്. അവരുടെ ഫീച്ചേഴ്സ്, ഫിനോട്ടിപ്പിക് ഫീച്ചേഴ്സ് സെയിം ആവും. അപ്പോ എന്താർത്ഥം, അവർ സിമിലർ ഇൻ അപ്പിയറൻസ്. അപ്പൊ സിമിലർ അപ്പിയറൻസ് വരാൻ കാരണം ദേ ഷെയർ കോമൺ എൻവയൺമെന്റ്. അങ്ങനെ ഒരു സെയിം പാറ്റേൺ, സിമിലാരിറ്റി ഇൻ ഫിനോടൈപ്പ് വരാനായിട്ടുള്ള കാരണം അവരുടെ ഇടയിൽ ഒരു കൺവെർജന്റ് എവല്യൂഷൻ നടന്നു എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. അപ്പൊ കൺവെർജന്റ് എവല്യൂഷന് അഡാപ്റ്റീവ് റേഡിയേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിച്ചാലോ, നമ്മൾ സാധാരണ അഡാപ്റ്റീവ് റേഡിയേഷൻ പറയുമ്പോൾ ഡൈവേർജന്റ് എവല്യൂഷനെ പറയാം. ഹൗ അഡാപ്റ്റീവ് റേഡിയേഷൻ ഹെൽപ്പ് ഫോർ കൺവെർജന്റ് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പറയാം, ഈ മോർ ദാൻ, ഇവിടെ ഒരേ അഡാപ്റ്റീവ് റേഡിയേഷൻ വഴിയല്ല, അഡാപ്റ്റീവ് റേഡിയേഷൻ ഒക്കർ ഇൻ വൺ ഗ്രൂപ്പ് ആസ് വെൽ ആസ് അഡാപ്റ്റീവ് റേഡിയേഷൻ ഒക്കർ ഇൻ അതർ ഗ്രൂപ്പ്. അപ്പോൾ സെയിം ടൈം two adaptive radiations occur in a geographically isolated area. Then the evolution of placental mammals and evolution of Australian marsupials are examples for convergent evolution. അത് നിങ്ങൾ എന്താണ് പ്രത്യേകം ഓർക്കണം. ദെൻ പാരലൽ എവല്യൂഷൻ. ഇത് ടെക്സ്റ്റിൽ ഈ പിക്ചർ തന്നിട്ടുള്ളത് കൊണ്ട് ഞാനിത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവിടെ സെയിം ഫീനോടൈപ്പ് ഒക്കർ ഇൻ ഡിഫറെന്റ് ക്ലോസ്ലി റിലേറ്റഡ് ടാക്സ്. ക്ലോസ്ലി റിലേറ്റഡ് ടാക്സ പറയുമ്പോൾ പ്ലാസന്റൽ മാമൽസിൽ അവരുടെ ഇടയിൽ ഒരേ ടൈപ്പ് ഫീനോടൈപ്പുകൾ ഉണ്ടായി. അതുപോലെ ഓസ്ട്രേലിയയിലും ദാറ്റ് ഈസ് സിമിലർ ഫീനോടൈപ്സ് ഉണ്ടായി. ഈ മാർസൂപ്പിയൽസിൽ സിമിലർ ഫീനോടൈപ്സ്, പ്ലാസന്റൽ മാമൽസിൽ സിമിലർ ഫീനോടൈപ്പ്. പ്ലാസന്റൽ മാമൽ ആവാനുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഇവരിലുണ്ടായി, മാർസൂപ്പിയൽ ആവാനുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഇവരിലുണ്ടായി. ഓക്കെ, അപ്പോ ഇവരുടെ ഒരു എവല്യൂഷൻ ഇങ്ങനെ പാരലലായിട്ട് പോകുമ്പോൾ ഇവരുടെ എവല്യൂഷൻ ഇതിന് പാരലലായിട്ട് പോകുന്നു. അതാണ് പാരലൽ എവല്യൂഷൻ. തെറ്റിക്കരുത്.
ഇവർ തമ്മിൽ സിമിലാരിറ്റി കാണിക്കുന്നു ഓരോ ടാക്സയിലും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മൗസ് അവർ തമ്മിൽ സിമിലാരിറ്റി കാണിക്കുന്നു, അത് കൺവെർജന്റ് എവല്യൂഷൻ. ഇത് മാത്രം പ്ലാസന്റൽ മാമൽസിന്റെ ഇടയിൽ പ്ലാസന്റി ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണിക്കുന്നു, അത് പാരലൽ എവല്യൂഷൻ. When comparing the placental evolution, the marsupial evolution, they are both parallel. അങ്ങനെ രണ്ടിന്റെയും കോമൺ ആൻസിസ്റ്റർ ആണ്. ആദ്യം ഡൈവേർജ് ചെയ്തു, പിന്നെ അവരിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ എവല്യൂഷൻ നടക്കുന്നു. അതാണ് പാരലൽ എവല്യൂഷൻ. ഓക്കെ, അപ്പോൾ മാർസുപ്പിയൽസ് ആൻഡ് പ്ലാസന്റൽ മാമൽസ് ഡൈവേർജ്ഡ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ, ബട്ട് ദേ ഇവോൾവ്ഡ് ഇൻഡിപെൻഡന്റ്ലി. ദാറ്റ് ഈസ് ദ parallel evolution. അപ്പോൾ similar phenotypes occurs in closely related taxa, placental features, marsupial features. That is parallel evolution. ഇത് നമുക്ക് അത്രയും വരുന്നില്ല പരീക്ഷയ്ക്ക്. Okay, now we can end up with our today's topic. Thank you, children.